നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രം പോരാ, ത്രിപുരയിൽ നിന്ന് കമ്മ്യൂണിസത്തെ പൂർണ്ണമായും തുടച്ചു നീക്കണം. ഈ ലക്ഷ്യത്തോടെയുള്ള ഉന്മൂലന സിദ്ധാന്തമാണ് ത്രിപുരയിലെ BJP-ക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. പക്ഷേ അടിച്ചമർത്തി ഇല്ലാതാക്കാവുന്ന ഒന്നല്ല കമ്മ്യൂണിസം എന്ന ചരിത്രം ത്രിപുരയിലെ BJP-ക്കാർക്കറിയില്ല. শ্রী মানিক সাহা ভগবানের নামে দৃঢ় বিশ্বাসের সহিত শপথ করিতেছি যে ত্রিপুরা রাজ্যের মুখ্যমন্ত্রী হিসাবে 10% വോട്ടും 11 സീറ്റും കുറഞ്ഞു. എന്നിട്ടും BJP ത്രിപുരയിൽ ജയിച്ചു. സംഘപരിവാറിന് 3 ശത്രുക്കളുണ്ട്. ആരാണ് ആ ശത്രുക്കൾ? വിചാരധാരയിൽ സവർക്കർ പറഞ്ഞതിങ്ങനെ: ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് സമയം പാഴാക്കരുത്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് നമ്മുടെ ശത്രുക്കൾ. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടും പ്രത്യേകിച്ച് CPIM ഓഫീസുകളെയും പ്രവർത്തകരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ നേതാക്കളെയും അവരുടെ വീടുകളെയും ഓഫീസുകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭയത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചുകൊണ്ട് ആ രീതിയിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ചു വന്നത്. ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ അവിടെ നടന്നിട്ടില്ല. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പരിപാടികൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ അതിന് വലിയ രീതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചും അതിനെതിരെ അക്രമങ്ങൾ അയച്ചുവിട്ടും ആ രീതിയിലാണ് BJP-യും സംഘപരിവാറും അവിടെ ഇടതുപക്ഷത്തിനെതിരെ നീങ്ങിയത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രവർത്തകരുടെ ഇടയിലോട്ടും ജനങ്ങളുടെ ഇടയിലോട്ടും നിരവധി ഗ്രാമങ്ങളിൽ പോകാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷം വലിയ രീതിയിൽ ജനങ്ങളെ ഏകോപിച്ചുകൊണ്ട് ഒരു റെസിസ്റ്റൻസ് ബിൽഡ് ചെയ്യാൻ അവിടെ ശ്രമിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP-ക്ക് മുമ്പ് കിട്ടിയതിനേക്കാളും വോട്ട് പെർസെൻറ്റേജ് വളരെ കുറഞ്ഞിരിക്കുന്നു. ഏകദേശം 11 സീറ്റ് സിറ്റിംഗ് സീറ്റാണ് അവർ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ത്രിപുര 19 വർഷക്കാലം തുടർച്ചയായി CPIM ഭരിച്ചു. 2018-ൽ BJP അധികാരം പിടിച്ചു. പിന്നാലെ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അക്രമങ്ങളാണ് നടന്നത്. পুলিশ প্রশাসন দাঁড়িয়ে আছে, নিষ্ক্রিয়। আমাদের বাড়ি ঘর কি পুড়ে যাবে? তারা কে? যারা করেছে তারা কে? তারা কোন কোন সন্ত্রাসবাদী? কোন পার্টি? আসছি তো। কোন পার্টির লোক তারা? ভারতীয় জঞ্জাল পার্টি। ভারতীয় জঞ্জাল পার্টি। কোন পার্টি এরা? ভারতীয় জঞ্জাল পার্টি। পুলিশের ভূমিকা নিয়ে কি বলুন আপনি? নিষ্ক্রিয় পুলিশ। মনিকা তোমার এটা ভিডিও করে ঢুকো না, কাটা করবা। বাবা কর। ബിപ്ലവ് കുമാർ ദേവ് സർക്കാർ ത്രിപുര ഭരിക്കുമ്പോൾ കൊല്ലപ്പെട്ടത് 24 CPIM പ്രവർത്തകർ.
3174 CPIM പ്രവർത്തകരുടെ വീടുകൾ തകർത്തു. RSSകാർ 662 CPIM ഓഫീസുകൾ തകർത്തു. വർഗ ബഹുജന സംഘടനകളുടെ 204 ഓഫീസുകൾ തകർത്തു. ഇത്തവണ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. എന്നാൽ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു. BJPക്ക് ലഭിച്ചത് നേരിയ ഭൂരിപക്ഷം. പക്ഷേ നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് BJP പ്രവർത്തകർ അഴിഞ്ഞാടി. 700ഓളം CPIM പ്രവർത്തകരുടെ വീടുകൾ തകർത്തു. അക്രമത്തിൽ നിരവധി പേർക്ക് ഗുരുതര പരിക്ക് പറ്റി. പ്രവർത്തകർ കൂട്ടത്തോടെ പലായനം ചെയ്തു. এগুলো মহা মুশকিল আমাদের। আমরা কোনো রাজনীতি করার অধিকার নাই স্যার। আমি যে কোনো পার্টি করব। সুপ্রিম কোর্টের অ্যাডভোকেট। আপনারা তো পেশাদার নিয়ে কাজ করছেন, এটা আমরাও বুঝতে পারি। CPIM നേതാവ് എളമരം കരീമിന്റെ നേതൃത്വത്തിലുള്ള MP-മാരുടെ സംഘം ത്രിപുരയിലെത്തി. അവർക്ക് നേരെയും അക്രമമുണ്ടായി. അവർക്ക് നേരെ നടന്നത് ആസൂത്രിതമായ അക്രമങ്ങളായിരുന്നു. ത്രിപുരയിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പൈശാചികമായ ആക്രമണങ്ങളാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ വീടുകൾക്കും പ്രവർത്തകർക്കും നേരെയും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർക്ക് നേരെയും RSS BJP ഗുണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1000ഓളം ആളുകൾ ഈ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. 3 പേർ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അക്രമം തടയാൻ സംസ്ഥാന സർക്കാർ പോലീസ് സംവിധാനം യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഭരണ സംവിധാനമാകെ അക്രമികൾക്ക് കൂട്ടുനിൽക്കുകയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം കൊണ്ട് BJPക്ക് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ജനവിരുദ്ധ സർക്കാർ നയങ്ങളോട് ജനങ്ങൾക്കുണ്ടായ പ്രതിഷേധത്തിൻ്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. മാത്രമല്ല, ഗോത്രവർഗക്കാർക്കിടയിൽ സ്വാധീനമുള്ള തിപ്രമോത്ത എന്ന പാർട്ടി വോട്ട് ഭിന്നിപ്പിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാവുമായിരുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ BJPയും RSSും ജനങ്ങൾക്ക് നേരെ നിഷ്ഠൂരമായ ആക്രമങ്ങൾ അഴിച്ചുവിടുക ചെയ്തു. ഒരു ജനാധിപത്യ മര്യാദയുമില്ലാതെ സാധാരണ ജനങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു കടക്കാനോ ജോലിക്ക് പോകാനോ കഴിയാത്ത വിധത്തിൽ ഉപരോധം ഏർപ്പെടുത്തുകയാണ് പല പ്രദേശങ്ങളിലും. 33 വർഷമാണ് കമ്മ്യൂണിസ്റ്റുകാർ ത്രിപുര ഭരിച്ചത്. അന്ന് കോൺഗ്രസിനും BJPക്കുമെല്ലാം സമ്പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പ്രവർത്തിക്കാനാകുന്നില്ലെന്ന് ആരും പരാതി പറഞ്ഞിരുന്നില്ല. ഭീകരർക്ക് മാത്രമാണ് അന്ന് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നത്. BJP അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ മാറി. ഇന്ന് ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ജനാധിപത്യ കാഴ്ചയാണിത്.
സംഘപരിവാറിന് പശു ദൈവമാണ്, മാതാവാണ്. പശു സംരക്ഷണം എന്ന പേരും പറഞ്ഞ് നിരവധി നിരപരാധികളെ തല്ലിക്കൊല്ലുന്നു, ചുട്ടുകൊല്ലുന്നു. എന്നാൽ ത്രിപുരയിൽ നിന്നും ഇതാ വ്യത്യസ്തമായ ചില കാഴ്ചകൾ. അവിടെ BJP പ്രവർത്തകർ പശുക്കളെ ചുട്ടുകൊന്നു. CPMകാരുടെ പശുക്കളായിപ്പോയി എന്നതായിരുന്നു ആ പശുക്കൾ ചെയ്ത കുറ്റം. ത്രിപുരയിലേക്ക് പോകാം. അതിനു മുമ്പ് സംഘപരിവാറിന്റെ പശു രാഷ്ട്രീയത്തിന്റെ ഇരകളായി ജീവൻ നഷ്ടപ്പെട്ടവരെ കാണാം. ഹരിയാനയിലെ ഭിവാനി പശുക്കടത്താരോപിച്ച് 2 പേരെ ഒരു വാഹനത്തിനകത്തിട്ട് ചുട്ടുകൊന്നു. കൊലയാളികളുടെ കൂട്ടുകാർ ത്രിപുരയിലെത്തുമ്പോൾ ചുട്ടുകൊല്ലുന്നത് പശുവിനെ തന്നെയാണ്. ഈ ദൃശ്യങ്ങൾ കാണുക. ഒരു CPIM പ്രവർത്തകന്റെ വീട്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ BJP പ്രവർത്തകർ വീട് ആക്രമിച്ചു, തൊഴുത്തിന് തീയിട്ടു, പശുക്കളെ ചുട്ടുകൊന്നു. ഗോരക്ഷയുടെ പേരിൽ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നൊരു സംഘടനയാണ് BJPയും സംഘപരിവാരും നിരന്തരം അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. കൂടുതലും മുസ്ലിം, ദലിത്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വലിയ രീതിയിലാണ് ത്രിപുരയിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. നിരവധി വീടുകൾ ആക്രമിച്ചും അതിൽ പശുക്കൾ ഉൾപ്പെടെ കന്നുകാലികൾ കൊല്ലപ്പെടുകയും ആ രീതിയിലുള്ളൊരു. അപ്പോൾ അവരുടെ ഈ ഗോരക്ഷ എന്ന വെറും ഒരു പൊളിറ്റിക്കൽ ഇതിന് മാത്രം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു വിഷയം മാത്രമാണ്. പക്ഷേ ത്രിപുരയിൽ ഇപ്പോൾ കാണുന്നത് വലിയ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോൾ ഈ പശുക്കളെയും പോലും സംരക്ഷിക്കാൻ അവർ തയ്യാറല്ല. അതിനെപ്പോലും മിണ്ടാപ്രാണികളെ പോലും കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. കർഷകന് പശു ഒരു വളർത്തു മൃഗമാണ്. അവന് പാലും അന്നവും ജീവിതവും നൽകുന്ന മൃഗം. സംഘപരിവാറിന് പശു ഒരു രാഷ്ട്രീയ ആയുധമാണ്. മതവൈരം ആളിക്കത്തിച്ച് വോട്ട് നേടാനായി പശുക്കളുടെ പേരിൽ നിരപരാധികളെ തല്ലിക്കൊല്ലും. ഒപ്പം രാഷ്ട്രീയ വൈരം തീർക്കാനായി പശുവിനെ ചുട്ടുകൊല്ലും. ഇതാണ് സംഘപരിവാറിന്റെ പശു രാഷ്ട്രീയം. ത്രിപുരയിലെ ജനങ്ങളിലെ ഭൂരിപക്ഷവും BJPക്കെതിരെയാണ് വോട്ട് ചെയ്തത്. എന്നിട്ടും BJP ജയിച്ചു. ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്ന BJPയുടെ തന്ത്രമാണ് ത്രിപുരയിൽ ജയിച്ചത്. ഭരണമെന്നാൽ വർഗീയത ആളിക്കത്തിക്കുക മാത്രമായിരുന്നു. ഒപ്പം വളർന്നത് അഴിമതി മാത്രമാണ്. 4 വർഷം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റി. ബിപ്ലവ് കുമാർ ദേവിന് പകരം മണിക് സാഹ മുഖ്യമന്ത്രിയായി. പക്ഷേ ഭരണരീതിയിൽ മാറ്റമുണ്ടായില്ല. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തി. എന്നിട്ടും ത്രിപുരയിൽ BJP ജയിച്ചു. ആ ജയത്തിന് പിറകിലെ രാഷ്ട്രീയം ഇതാണ്. BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് 40.15% വോട്ടർമാർ. BJPക്കെതിരെ വോട്ട് ചെയ്തത് 59.85%. എന്നാൽ ഭരണവിരുദ്ധ വോട്ടുകൾ നെടുകെ പിളർന്നു. നീക്കുപോക്കുണ്ടാക്കി മത്സരിച്ച ഇടതുപക്ഷ പാർട്ടികൾക്കും കോൺഗ്രസിനും കൂടി ലഭിച്ചത് 36.01%. തിപ്ര മോദിക്ക് ലഭിച്ചത് 19.06% വോട്ട്. മറ്റുള്ളവർക്ക് ലഭിച്ചത് 4.15% വോട്ട്. അങ്ങനെ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചപ്പോൾ BJP വിജയിച്ചു. BJPക്ക് ഇന്നും രാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ പിന്തുണയില്ല. ത്രിപുരയിൽ മാത്രമല്ല, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും BJPക്ക് B ടീമുകളുണ്ട്. ഉത്തർപ്രദേശിന്റെ കാര്യമെടുക്കാം. മായാവതിയുടെ BSPയുമായി BJP പരസ്യമായും രഹസ്യമായും കൈകോർത്തിട്ടുണ്ട്. BJPക്ക് വേണ്ടി മതേതര വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ദൗത്യമാണ് സമീപകാലത്തെ പല തെരഞ്ഞെടുപ്പുകളിലും BSP നിർവഹിച്ചത്. കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും പല സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസും BJPയെ സഹായിക്കാറുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ BJPക്കെതിരായ ധ്രുവീകരണം ഉണ്ടാക്കുമെന്നായാൽ
മറ്റൊരു സഹായി ഓടിയെത്തും. അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് BJP വിരുദ്ധ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കും. അങ്ങനെ BJPക്ക് പണി എളുപ്പമാകും. ത്രിപുരയിൽ ഈ ദൗത്യം നിറവേറ്റിയത് തിപ്രാമോദയാണ്. തീർച്ചയായും BJPക്കെതിരെ, BJPയുടെ നവലിബറൽ നയങ്ങൾക്കെതിരെയും വർഗീയ നയങ്ങൾക്കെതിരെയും ഒരു വർഗസമരം തന്നെയാണ് ആവശ്യം അവിടെ. അതൊരിക്കലും സ്വത്വരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. അതാണ് നമ്മളവിടെ ഈ തെരഞ്ഞെടുപ്പിലും തിപ്രാമോത്തയുടെ ഒന്ന് പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ഭിന്നിപ്പിച്ചുകൊണ്ടും വലിയ രീതിയിൽ വോട്ട് ഡിവിഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഏകദേശം 20ഓളം സീറ്റുകളിലാണ് BJPക്ക് അതിൻ്റെ ലാഭമുണ്ടായത്. ആ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ത്രിപുരാമോത്ത അവിടെ നടത്തിയിരിക്കുന്നത്. ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് തിരഞ്ഞെടുപ്പ് നടന്ന 3 സംസ്ഥാനങ്ങളിലും BJPക്ക് വോട്ട് കൂടുകയല്ല, കുറയുകയാണ് ഉണ്ടായത്. പ്രതിപക്ഷം ഒരുമിച്ച് നിന്നാൽ BJP ദയനീയ പരാജയം ഏറ്റുവാങ്ങുമായിരുന്നു. ത്രിപുര വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ്. ആ ചെറിയ സംസ്ഥാനത്തിലെ ഗോത്രവർഗ മേഖലകളെ ഉൾപ്പെടുത്തി പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കുക എന്നതാണ് തിപ്രാമോദ എന്ന പാർട്ടിയുടെ ലക്ഷ്യം. പുതിയ സംസ്ഥാനങ്ങൾ പലതും രൂപീകരിക്കപ്പെട്ടു. പക്ഷേ അവിടുത്തെ ജനങ്ങളല്ല വളർന്നത്. ചില നേതാക്കളും അവരുടെ കുടുംബങ്ങളുമാണ് വളർന്നത്. ഒരു കാലത്ത് വടക്കിഴക്കൻ ഇന്ത്യയിൽ ഏറ്റവും ഭീകരാക്രമണങ്ങൾ നടന്നിരുന്ന സംസ്ഥാനമായിരുന്നു ത്രിപുര. ത്രിപുരയെ സ്വതന്ത്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ NLFT, ATTF തുടങ്ങിയ ഭീകര സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണങ്ങൾ. 30% വരുന്ന ഗോത്രവിഭാഗക്കാരുടെ പിന്നാക്കാവസ്ഥ മുതലെടുത്താണ് ഭീകരവാദം ശക്തമായത്. ദലായ് താഴ്വരയിലെ ഭീകരവാദത്തെ ശക്തമായി ചെറുത്തത് CPIM ആയിരുന്നു. 100 കണക്കിന് CPIM പ്രവർത്തകരാണ് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. 3.5 പതിറ്റാണ്ടുകാലം ഇടതുപക്ഷ സർക്കാരുകൾ ത്രിപുര ഭരിച്ചു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന മാനുഷിക വികസന സൂചികയുള്ള സംസ്ഥാനമായി ത്രിപുര ഉയർന്നു. ഭീകരവാദത്തെ നേരിടുന്നതിനായുള്ള നിയമം ആസ്പ പിൻവലിച്ചു. ത്രിപുരയിലെ ജനങ്ങൾ ശാന്തവും സമാധാനപരവുമായ ജീവിതം നയിച്ചു. 2018 ത്രിപുര പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP നടത്തിയ നീക്കങ്ങളാണ് സംസ്ഥാനത്തെ അശാന്തമാക്കിയത്. ഭൂരിപക്ഷം വരുന്ന ബംഗാളികളെയും ന്യൂനപക്ഷമായ ഗോത്രവിഭാഗക്കാരെയും തമ്മിലടിപ്പിച്ചായിരുന്നു BJPയുടെ രംഗപ്രവേശം. ഗോത്രവർഗ സ്വത്വം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയായ IPFT-യുമായി BJP കൈകോർത്തു. കൂറുമാറ്റിയും പണമൊഴുക്കിയും BJP അധികാരം പിടിച്ചു. IFPT നാമാവശേഷമായപ്പോൾ ഗോത്രവർഗക്കാരുടെ രക്ഷകൻ എന്ന പരിവേഷവുമായി ഒരാൾ ഉയർന്നു വന്നു. പ്രത്യോത് മാണിക്യദേവ് ബർമൻ. രാജകുടുംബാംഗമായ ബർമൻ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് വിട്ട് തിപ്രാമോദ എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു. അസംതൃപ്തരായ ഗോത്രവർഗക്കാരെ തിപ്രാമോദയ്ക്ക് കീഴിൽ അണിനിരത്തി. ത്രിപുരയിലെ ഗോത്രവർഗ മേഖലകൾ ഉൾക്കൊള്ളിച്ച് ഒരു സംസ്ഥാനം എന്ന ആവശ്യത്തിന് ഗോത്രവർഗക്കാരുടെ പിന്തുണ ലഭിച്ചു. മുമ്പ് തൊട്ട് തന്നെ BJPക്കും സംഘപരിവാറിനും സഹായകരമായി ആവുന്ന രീതിയിലാണ് അവിടുത്തെ തിപ്രാമോത്തയുടെ ഇടപെടൽ ഉണ്ടായിട്ടിരിക്കുന്നത്. തിപ്രാമോത്തയുടെ നേതാവായിരിക്കുന്ന ആൾ മുമ്പ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഏത് പാർട്ടിയായാലും അതിൻ്റെ ഒപ്പം ചേരും എന്ന രീതിയിലാണ്. അത് ഒരു അവസരവാദ നിലപാടാണ്. ആ രീതിയിലുള്ളൊരു നിലപാടാണ് അവിടുത്തെ തിപ്രാമോത്ത സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ നല്ല രീതിയിൽ അമിത്ഷാവും BJPയും ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം തെലങ്കാനയാണ്. പുതിയ സംസ്ഥാന രൂപീകരണത്തിനായി ചെലവിട്ട കോടികൾ ചെലവഴിച്ചിരുന്നെങ്കിൽ സംസ്ഥാനത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാമായിരുന്നു. എന്നാൽ വളർന്നത് ജനങ്ങളല്ല, 3 കുടുംബങ്ങളാണ്. ചന്ദ്രശേഖർ റാവുവിൻ്റെ കുടുംബം, ചന്ദ്രബാബു നായിഡുവിൻ്റെ കുടുംബം, ജഗൻമോഹൻ റെഡ്ഡിയുടെ കുടുംബം. ത്രിപുരയെ കീറിമുറിച്ച്
പുതിയൊരു സംസ്ഥാനം രൂപീകരിച്ചാൽ പിന്നെയും കുറേ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടി വരും. ഡാർജിലിംഗ്, വിദർഭ, ഹരിതപ്രദേശ്, ബുദേൽഖണ്ഡ് എന്നിങ്ങനെ പട്ടിക നീണ്ടതാണ്. വളരുന്നത് ജനങ്ങളാകില്ല, കുറേ നേതാക്കളും അവരുടെ കുടുംബങ്ങളുമാകും. രാജ്യത്തെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ്. അടുത്തിടെ ഒരു മുഖ്യമന്ത്രി കർഷകരെ രക്ഷിക്കാനാണെന്നും പറഞ്ഞ് ഹെലികോപ്റ്ററിലൂടെ ഒരു യാത്ര നടത്തി. ലക്ഷ്യം കർഷകരുടെ രക്ഷയല്ല, മറിച്ച് കർഷകരുടെ വോട്ട് നേടുക എന്നതാണ്. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.